ഒരാഴ്ചയായിട്ട് വെള്ളം ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്തിട്ട് വന്ന് നോക്കിയിട്ട് അവർ ഒപ്പം വരാമെന്ന് പറഞ്ഞിട്ട് പോവുക. ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇന്ന് ഒരുപാട് വെള്ളം ലീക്കായ വീടിന്റെ ചുറ്റും വെള്ളത്തിലേക്ക് കവിയുകയാണ്. പൂയപ്പള്ളി പടിഞ്ഞാറ് സാമിൽ ജംഗ്ഷന് സമീപം ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി ദിനംപ്രതി ദശലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്നു. സമീപവാസിയുടെ മതിൽ തുളച്ച് വെള്ളം പുരയിടത്തിലും വീടിന് ചുറ്റിലും കെട്ടിക്കിടക്കുകയും വീടിന്റെ പിൻഭാഗത്തെ മതിൽ തകർച്ചാ ഭീഷണിയിലുമാണ്. പൂയപ്പള്ളി സാമിൽ ജംഗ്ഷനിൽ കൂരോംവിളയിൽ കുഞ്ഞുമോൻ ചാക്കോയുടെ വീട്ടുപുരയിടത്തിലേക്കാണ് വെള്ളം ഇരച്ചു കയറുന്നത്. അവിടെ നിന്നും ഒരു ഓവിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം കനാലിന് സമീപത്തെ റോഡിലൂടെ പരന്നൊഴുകി വേങ്കോട്ട് ഏലാത്തോട്ടിൽ പതിക്കുന്നു. ശക്തമായ നീരൊഴുക്കുണ്ടാകുന്ന സമയത്ത് വീട്ടുകാർക്ക് വീടിന്റെ മുൻവശത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. നിരവധി തവണ വിവരം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും അധികൃതർ കണ്ടമട്ടെടുത്തില്ല. പൈപ്പ് പൊട്ടിയ ഭാഗത്തു നിന്നും ശക്തമായ നിലയിൽ കലുങ്കിനടിയിലൂടെ മറുവശത്തെത്തി ഒഴുക്കിന്റെ ശക്തിയിലാണ് മതിലിന് ഭാഗികമായി തകരാർ സംഭവിച്ചിട്ടുള്ളത്. സമീപ പ്രദേശങ്ങളിലെ കിണറുകളും കക്കൂസുകളും വെള്ളം ഒഴുകിയെത്ത് നിറഞ്ഞ സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വിവരങ്ങൾ ഓഫീസിൽ അറിയിച്ചാൽ തകരാർ പരിഹരിക്കാൻ സ്റ്റാഫുകൾ ഇല്ല എന്ന പതിവ് പല്ലവിയാണ് ലഭിക്കുന്നത്. വെള്ളമൊഴുക്ക് ശക്തമാകുന്ന സമയങ്ങളിൽ ഫോൺ വിളിച്ച് പറഞ്ഞാൽ പ്രദേശത്തേക്കുള്ള കുടിവെള്ള വിതരണം നിർത്തിവെക്കുക എന്ന ആധുനിക സാങ്കേതിക വിദ്യയാണ് അധികൃതർ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നമ്മുടെ പൂയപ്പള്ളി പഞ്ചായത്തിലെ നാൽക്കാല വാർഡിൽ 16-ാം വാർഡിന്റെ മില്ലിന്റെ ഭാഗം ഈ കുടിവെള്ളം ഒരാഴ്ചക്കാലമായി നമ്മുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം ധാരാളമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി ആളുകൾ കഷ്ടപ്പെടുന്ന സമയത്താണ് ഇത്രയും ഒരാഴ്ചക്കാലമായി ഈ പൈപ്പിന്റെ ഈ വെള്ളം പോകുന്നത് തന്നെ ഇവിടുത്തെ നാട്ടുകാരും പൊതുപ്രവർത്തകരും ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരാഴ്ചക്കാലമായിട്ടും വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചറിയിച്ചിട്ട് ഈ ഒരു സ്ഥലം കാണുകയോ ഇതിനൊരു പരിഹാര മാർഗമോ കാണുകയോ ചെയ്തിട്ടില്ല. ഈ വെള്ളം ധാരാളമായി ഒഴുകുന്നത് കൊണ്ട് തൊട്ടടുത്ത പ്രദേശത്ത് താമസിക്കുന്ന വീട്ടുകാരുടെ വീട്ടിലേക്ക് വെള്ളം കുതിച്ചുയരുകയാണ്. ഒരുപക്ഷെ വലിയ അപകടസ്ഥിതിയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ ഈ പ്രദേശത്ത് കാണുന്നത്. ഈ വെള്ളം ഇന്ന് ഈ ഭവനങ്ങളിൽ ഈ വീടിന്റെ എല്ലാ ഭാഗത്തും വെള്ളം കയറി നിന്ന് ആളുകൾക്ക് വളരെ വിഷമം ഉണ്ടായിരിക്കുന്നത്. വീട്ടിൽ താമസിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിയാണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിലൂടെ അനുഭവപ്പെടുന്നത്. വിളിച്ചറിയിക്കുമ്പോൾ ആളിനെ ഉടനെ ആളിനെ വിടുമെന്ന് പറഞ്ഞ് പറയുന്നതല്ലാതെ ഇതിനൊരു പരിഹാര മാർഗത്തിലേക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ധാരാളമായി വെള്ളം ഈ ഭവനത്തിലേക്ക് കയറി വീട്ടിലേക്ക് കയറി ഇവിടുത്തെ താമസിക്കുന്ന കുടുംബ അംഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായ നിലയ്ക്ക് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരെ വിളിച്ചറിയിച്ചപ്പോൾ ഇതിനൊരു പരിഹാര മാർഗം കാണാൻ കഴിയാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെയും ബഹുമാനപ്പെട്ട ഇതിന്റെ മേലുദ്യോഗസ്ഥൻ ചീഫ് എഞ്ചിനീയറെ വിളിച്ചറിയിച്ചതിന് ശേഷമാണ് ഒരു ആരും വരാതെ ഒരാൾ വന്ന് ഇത് കണ്ടിട്ടങ്ങ് പോവുകയാണ്. ഇപ്പോഴും ധാരാളം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചക്കാലം കൊണ്ടാണ് ഈ ഇത്രയും സംഭവങ്ങൾ നടക്കുന്നത്. എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർ ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല? നമ്മുടെ ഒരു തുള്ളി വെള്ളം അധികം എടുത്താൽ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് അമിതമായ ഫീസ് ഈടാക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പാഴായി പോകുന്ന ഈ വെള്ളത്തിന് എന്തുകൊണ്ട് ഇവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല? അതുപോലെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഈ കാണിക്കുന്ന വീഴ്ച അതിനെതിരെ ശക്തമായ ഗവൺമെന്റ് ഭാഗത്ത് നടപടി ഉണ്ടാവണം. ഈ നമ്മുടെ പഞ്ചായത്തിൽ പല ഭാഗങ്ങളിൽ ഇതുപോലെ വെള്ളം പലപ്പോഴും പൊട്ടി ഒഴുകാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ വീടിന്റെ ചുറ്റുപാടുമുള്ള കക്കൂസുകൾ മുഴുവനും നിറഞ്ഞ മാലിന്യം പുറത്തേക്ക് വരികയാണ്. കാരണം ഈ അമിതമായ വെള്ളത്തിന്റെ ഒഴുക്ക് മൂലം ഈ സമീപപ്രദേശത്തുള്ള കിണറുകൾ അതുപോലെ തന്നെ കക്കൂസുകൾ ഇതെല്ലാം നിറഞ്ഞൊഴുകുകയാണ്. കാരണം വലിയ സ്പീഡിൽ വലിയ രീതിയിലുള്ള ഈ വെള്ളത്തിന്റെ വരവ്. കാരണം ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു രീതിയിലാണ് ഈ വെള്ളത്തിന്റെ ഒഴുക്ക്. കാരണം ഇത്രയും വെള്ളം ഈ പ്രദേശത്ത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത സംഭവമാണ്. കാരണം മാലിന്യങ്ങൾ പോലും പുറത്തു വരുന്ന രീതിയിലേക്കാണ് ഈ വെള്ളത്തിന്റെ ഒഴുക്കുകൾ. അപ്പൊ കക്കൂസുകൾ നിറഞ്ഞൊഴുകുന്നു, കിണറുകൾ നിറഞ്ഞൊഴുകുന്നു. ഇത്രയും സംഭവം ഉണ്ടായിട്ട് പോലും ഒരു ഉദ്യോഗസ്ഥന്മാർ ഈ സ്ഥലം പരിശോധിക്കാത്തത് വളരെ കഷ്ടമായി തന്നെയാണ് നമുക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് കുടിവെള്ള പൈപ്പിന്റെ തകരാർ പരിഹരിച്ച് സമീപവാസിയുടെ വീടിന് സംരക്ഷണം ഒരുക്കണമെന്നും കുടിവെള്ളം സംരക്ഷിക്കുന്നതിനും അല്ലാത്ത പക്ഷം ജില്ലാ കളക്ടർക്കും ജലവിഭവ മന്ത്രിക്കും പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ കുടുംബവും പ്രദേശവാസികളും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.